ഇന്ന് നമുക്ക് കലത്തപ്പം തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം എങ്ങനെയാണ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ശർക്കര നമുക്ക് ശർക്കരപ്പാനിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ശർക്കരപ്പാനിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മറ്റൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിച്ചതാണ് എടുക്കുന്നത്. പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. 1-2 ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത്, കാരണം ശർക്കരപ്പാനി കൂടെ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കിത് മിക്സർ ജാറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. 1 മിനിറ്റ് വരെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ചൂടാറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ഉടനെ തന്നെ നല്ല പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കണം, കലക്കി എടുക്കണം, അല്ലെങ്കിൽ അത് ആ മാവൊക്കെ ഒന്ന് വെന്ത് കട്ടായിട്ട് നിൽക്കും. അപ്പോൾ നല്ല പോലെ ഒന്ന് കലക്കി എടുക്കുക. ഈ ഒരു പരുവാണ് കേട്ടോ ഇതിനുള്ളത്. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പക്കാരം ഒരു നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി ഈ കലത്തപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊരു സോസ് പാനിൽ വെച്ചിട്ടാണ്. കുക്കറിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ അരി വെച്ചിട്ട് ഒരു കലത്തപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ട് നോക്കുക. ഈ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യും വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കതൊന്ന് കോരിയെടുക്കാം. നമ്മൾ കലത്തപ്പത്തിൻ്റെ മുകളിലാണ് ഈ ഒരു വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇനി കലത്തപ്പത്തിൻ്റെ കൂട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഈ ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ പാൻ നല്ല പോലെ ചൂടാവണം, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഈ സൈഡൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന ടൈം ആകുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ ആക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 25 to 30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആദ്യത്തെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് ഒരു 25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഈ അടപ്പിൻ്റെ ഹോളൊക്കെ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കറക്റ്റ് ഒരു 25 മിനിറ്റ് ആയപ്പോഴേക്കും കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്ന് എടുക്കാം. ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് കേട്ടോ. നമ്മൾ പച്ചരി വെച്ച് ചെയ്യുന്നത് പോലെയല്ല, അതിലേറെ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ആരെടുത്ത രീതിയിൽ തന്നെയാണ് ഈ കലത്തപ്പം ഉള്ളത്. ഞാനിത് കാണിച്ചു തരാം. കണ്ടത് നല്ല പോലെ ആരെടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് അരി കുതിർത്താനോ അരക്കാനോ ഒന്നും നിൽക്കണ്ട.
അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.